ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സിനിമയിലെ സൈലൻസ് എന്ന ടൂളിനെ കുറിച്ചാണ്. ഒരുപക്ഷെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനേക്കാൾ ഉപരി ഒരു സീനിന്റെ ഇമോഷനെ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ സൈലൻസിന് കഴിയും. സ്കോർസീസിനെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ അദ്ദേഹത്തിന്റെ സിനിമകളിലെ ലൗഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെയും അതുപോലെ തന്നെ ത്രസിപ്പിക്കുന്ന സംഗീതത്തിന്റെയും ഒക്കെ പ്രഭാവത്തിലാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമുണ്ട്. അദ്ദേഹം സിനിമയിൽ സൈലൻസ് യൂസ് ചെയ്തിരിക്കുന്ന ഇടങ്ങൾ. അതിനൊരു ഉദാഹരണമാണ് ഡിപ്പാർട്ടഡ് മൂവി. ഈ മൂവിക്ക് ഓസ്കർ അവാർഡ് കിട്ടിയതാണ്. ഇതിന്റെ ഒറിജിനൽ മൂവി ഇന്റേണൽ അഫയേഴ്സ് എന്ന ചൈനീസ് മൂവിയാണ്. ഡിപ്പാർട്ടഡ് മൂവിയിൽ മാറ്റ് ഡേമൻ ലിയോനാർഡോ ഡികാപ്രിയോയെ ഫോൺ ചെയ്യുന്ന ഒരു സീനുണ്ട്. ഈ സീനിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ല. പകരം ഫോൺ റിംഗ് ചെയ്യുന്ന ശബ്ദം അല്ലെങ്കിൽ ഇവരുടെ ശ്വാസത്തിന്റെ ശബ്ദം, റൂം ആംബിയൻസിന്റെ ശബ്ദം, ഇത്രയും കാര്യങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്റേണൽ അഫയേഴ്സിൽ ഈ സ്ഥലത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊണ്ട് നിറച്ചിട്ടുണ്ട്. ഡിപ്പാർട്ടിലെ സൈലൻസ് കൊണ്ട് കഥാപാത്രങ്ങളുടെ പേടിയും അതുപോലെ തന്നെ പിരിമുറുക്കവും അവസ്ഥയും നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ആക്ടേഴ്സിന്റെ എക്സ്പ്രഷനിലേക്കായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുക. റേഞ്ചിങ് ബുള്ളിലെ ജേക്ക് ലമോട്ടയുടെ സ്ലോ മോഷൻ ഷോട്ട്, റിംഗിൽ നടക്കുന്ന ഓരോ മത്സരത്തിന് മുമ്പേ ഒരു ശാന്തമായ ഗാർഹിക അന്തരീക്ഷം കാണിക്കുന്നുണ്ട്. ഇവിടെ മാർട്ടിൻ സ്കോർസെസിക്ക് കാണിക്കേണ്ടത് റിംഗിലെ ആ മത്സരം വീട്ടിലെ ആക്രമണത്തിന്റെ പ്രതിധ്വനിയായിട്ട് ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇനിയുള്ളത് ടാക്സി ഡ്രൈവറിലെ ഡിനീറോ, അതുപോലെ തന്നെ ഷട്ടർ ഐലൻഡിലെ ഡികാപ്രിയോ, ഗുഡ് ഫെലോസിലെ ലിയോട്ട, ഇവരൊക്കെ നിശബ്ദമായി ചിന്തിക്കുന്നതാണ് സ്കോർസെസി എടുത്തു വെച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ സൈലൻസിലൂടെ ഈ കഥാപാത്രങ്ങളുടെ ചിന്തകളിലേക്ക് ഓഡിയൻസിനെ എത്തിക്കുകയാണ് സ്കോർസെസി ചെയ്യുന്നത്. ദി ഐറിഷ്മാനിലെ അവസാന ദൃശ്യം, ഫ്രാങ്ക് കസേരയിൽ തനിച്ച് നിശബ്ദനായി ഇരിക്കുന്ന സീൻ. യഥാർത്ഥ നിശബ്ദത കഥാപാത്രത്തിൽ നിന്ന് വരുമ്പോൾ അത് ഓഡിയൻസിലേക്ക് എത്താൻ വളരെ എളുപ്പമാണ്. ആ നിശബ്ദത വളരെ ശക്തമായിരിക്കും. ഓഡിയൻസിനെ ആ ക്യാരക്ടർ അനുഭവിക്കുന്ന ഇൻഡെപ്ത് ഫീലിംഗ് മനസ്സിലാക്കിച്ചെടുക്കാൻ ഡയറക്ടർക്ക് സാധിക്കും. സൈലൻസ് എന്ന് പറയുന്നത് ഒരു ഇമോഷൻ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ടൂൾ കൂടിയാണ്. നോ കൺട്രി ഫോർ ഓൾഡ് മെനിലെ ടെൻഷൻ സീൻസ്, അതുപോലെ തന്നെ ഗോഡ് ഫാദറിലെ മൈക്കിൾ കോർലിയോണിന്റെ നോട്ടം, ഇതൊക്കെ സൈലൻസ് കൊണ്ട് ഒരുപാട് കഥകൾ പറഞ്ഞ സീനുകളാണ്. ഞാൻ ഈ പറഞ്ഞ സിനിമകൾ കൊണ്ടും അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ഡയറക്ടറിനെ കൊണ്ടും സൈലൻസ് എന്നുള്ള ടൂളിന്റെ പ്രാധാന്യം അവസാനിക്കുന്നില്ല. സ്റ്റീവൻ സ്പിൽബർഗിന്റെ സേവിംഗ് പ്രൈവറ്റ് റയാൻ എന്നുള്ള സിനിമയിൽ റയാൻ നിശബ്ദമായി വിറയ്ക്കുന്ന സീൻ സൈലൻസ് കൊണ്ട് ഓഡിയൻസിന്റെ മനസ്സിലേക്ക് ഒരുപാട് കഥകൾ മെനഞ്ഞിട്ട സീനുകളാണ്. അപ്പോൾ സിനിമയിൽ സൈലൻസ് എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല, ചെറിയൊരു ടൂൾ അല്ല എന്ന് മനസ്സിലായില്ലേ?